മത്തങ്ങയുടെ നേരിയ മധുരവും വൻപയറും തേങ്ങയുടെ രുചിയും ചേർന്ന ഈ എരിശ്ശേരി ഓണസദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണല്ലോ. അപ്പോൾ എരിശ്ശേരി നല്ല നാടൻ രുചിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച അരക്കപ്പ് വൻപയർ, മത്തങ്ങയുടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി ഞുറുക്കിയെടുത്ത 2 കപ്പ് മത്തങ്ങയുമാണ്. കുക്കറിലേക്ക് കുതിർത്ത് വെച്ച അരക്കപ്പ് വൻപയറും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി പ്രഷർ മുഴുവനായി പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കാം. വൻപയർ നന്നായി വെന്താൽ മതി, അധികം ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു പാനിലേക്ക് 2 കപ്പ് മത്തങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. മത്തങ്ങ അധികം ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് അല്പം തരിയുള്ള രീതിയിൽ അരച്ചെടുക്കാം. മത്തങ്ങ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച വൻപയർ ചേർക്കാം. ഇനി അരപ്പ് കൂടി ചേർത്ത് കുറച്ചു നേരം അടച്ചു വെച്ച് ആവി കയറ്റുക. ഇനി ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ 2-3 മിനിറ്റ് കൂടി ചൂടാക്കുക. അടുത്ത സ്റ്റെപ്പാണ് എരിശ്ശേരിക്ക് പ്രത്യേകമായുള്ള ആ രുചി നൽകുന്നത്. ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങ എന്നിവ ചേർക്കുക. ഇനി കറിവേപ്പില ചേർക്കാം.
ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിളക്കുക. തേങ്ങ നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഈ താളിപ്പ് എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് സാവധാനം ഇളക്കി വെക്കും. ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ നാടൻ രുചിയിലുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. സദ്യക്ക് തീർച്ചയായും തയ്യാറാക്കി നോക്കണേ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.